കടുവും കൂടെ താളിച്ചൊഴിച്ച് നമ്മൾ സാമ്പാറൊന്ന് ഇളക്കി. എന്നാ മണമാണെന്നറിയാവോ ഈ സമയത്ത്. ഇപ്പൊ എല്ലാ വീട്ടുകാരും വിചാരിച്ചാണ് നമ്മളെ വീട്ടിൽ സാമ്പാറാണ്. അപ്പൊ ഇഡ്ഡലും സാമ്പാർ, അടിപൊളി സാമ്പാർ. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ. അപ്പൊ കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ഓണസദ്യക്ക് സ്പെഷ്യലായിട്ടൊരു സാമ്പാർ തയ്യാറാക്കാം. ഒന്നും വേണ്ട, എളുപ്പത്തിൽ ചെയ്ത് തീർക്കാം. നമ്മൾ കുക്കറിനകത്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് സാമ്പാർ റെഡിയാ. അതിന് ഈ നമ്മൾ ഓണത്തിൽ കുറുകിയ സാമ്പാർ കിട്ടണമെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്ക്, അടിപൊളിയായിട്ട് കിട്ടും. അപ്പൊ നേരെ വീഡിയോയിലെല്ലാം പോയേക്കാം. അപ്പൊ അതിനു മുമ്പ് എല്ലാവരും ലൈക്ക് അടിച്ച് കാണാൻ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് എന്നും പറയുന്ന പോലെ നമുക്ക് ആവശ്യം വിലപ്പെട്ടതാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മളോട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒട്ടുമിക്ക നമ്മളെ വെജിറ്റബിൾസ് എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. തക്കാളി, ചെറിയ ഉള്ളി, മത്തങ്ങ എല്ലാം ഉണ്ട്. ഇനി ഇത് നമുക്കൊരു കുക്കറിലോട്ട് മാറ്റാം. ആദ്യം നമ്മൾ ഇടുന്ന പറയാം, കുക്കറിനകത്തോട്ട് ഇടുന്ന പറയാം നമ്മൾ പരിപ്പാണ്, നവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ് എന്നൊക്കെ പറയുന്ന ആ സാധനം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വെജിറ്റബിൾ അതൊട്ട് ഇട്ട് കൊടുക്കുക. അപ്പം വെജിറ്റബിളൊക്കെ നമ്മൾ ഇട്ടു. ഇതിനകത്ത് മേലെ ഇടുന്ന പറയാം മല്ലിച്ചെപ്പും പിന്നെ പുതിനയിലയും കൂടെയാണ്, അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇടുന്നത് ഒഴിച്ചു കൊടുക്കുന്നത് പറഞ്ഞാൽ പുളിയാണ്, നമ്മൾ പിഴിപുളി പിഴിഞ്ഞെടുത്താണ്, അത് ഒഴിച്ചു കൊടുക്കും. അടുത്ത് നമുക്ക് ഇതിനകത്ത് സാമ്പാർ പൊടിയാണ്, അത് നമുക്ക് കായ ഇട്ട് കൊടുക്കുക. കായപ്പൊടിയാണ് ഇടുന്നത്. ഇനി നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നതെന്ന് പറയാം, ഒരു തവി നമ്മൾ ദോശമാവ് ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന മാവാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പാകത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൊടുക്കുക. ഇനി ഒരു നുള്ള് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മളെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. നമുക്കൊരു 4 ഫിസിൽ അടുപ്പിക്കാം. അപ്പോൾ കൂടെ ഫിസിലടിച്ച് നമ്മളെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്, അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു സംഭവം കൂടെ ചേർക്കണം. അപ്പോൾ നമ്മൾ കട്ടി ഉണ്ടല്ലോ, കുറുകി വന്നിരിക്കുന്നുണ്ട് സാമ്പാർ. ഇനി ഇതിനകത്ത് നമ്മൾ ഒരു സംഭവം കൂടെ ചേർക്കാറുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുത്ത അലച്ചും കൂടെ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ താളിച്ചൊഴിച്ച് നമ്മൾ സാമ്പാറൊന്ന് ഇളക്കി. എന്നാ മണമാണെന്നറിയാവോ ഈ സമയത്ത്. ഇപ്പൊ എല്ലാ വീട്ടുകാരും വിചാരിച്ചാണ് നമ്മളെ വീട്ടിൽ സാമ്പാറാണ്. അപ്പൊ ഇഡ്ഡലും സാമ്പാർ, അടിപൊളി സാമ്പാർ.